പശ്ചിമഘട്ടം ആകെ തകർക്കപ്പെട്ടിരിക്കുന്നു. ഇനിയും നടപടിയെടുത്തില്ലെങ്കിൽ കേരളത്തെ കാത്തിരിക്കുന്നത് വൻ ദുരന്തമാണ്. അതിന് നിങ്ങൾ വിചാരിക്കുന്ന പോലെ യുഗങ്ങളൊന്നും വേണ്ട, 4-5 വർഷം മതി. അന്ന് ഞാനും നിങ്ങളും ജീവിച്ചിരിപ്പുണ്ടാവും. ആരാണ് കള്ളം പറയുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് 2013 പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ മാധവ് ഗാഡ്ഗിൽ പറഞ്ഞ വാക്കുകളാണ്. അന്ന് അദ്ദേഹത്തെ പരിഹസിച്ച് പലരും തള്ളിക്കളഞ്ഞവർ അദ്ദേഹമേ. അതിനുശേഷം 2020 ഓഗസ്റ്റ് 6-ാം തീയതി രാത്രി രാജമല പെട്ടിമുടി 66 പേരുടെ ജീവനെടുത്തപ്പം ഗാഡ്ഗിൽ പറഞ്ഞത് ഇപ്രകാരമാണ്: എന്നെ തള്ളിപ്പറഞ്ഞവർ സുരക്ഷിതരായി സുഖമായി ജീവിക്കുന്നു. എനിക്കെതിരെ തെരുവിലിറക്കപ്പെട്ട പാവങ്ങൾ ഇന്ന് മണ്ണിനടിയിലും. ഇനിയെങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്കൂ എന്ന് മാധവ് ഗാഡ്ഗിൽ പറഞ്ഞു. ഇപ്പം അദ്ദേഹം പൂനെയിലുണ്ട്. ഈ നമ്മുടെ എന്താ പറയുന്നത്, വയനാട് ദുരന്തഭൂമിയാകുമ്പോൾ ഗാഡ്ഗിൽ വളരെ ദുഃഖത്തോടെ ഇവിടുത്തെ വാർത്തകളൊക്കെ കേൾക്കാറുണ്ട്, വിളിച്ച് ചോദിക്കാറുണ്ട്, എന്താണ് സംഭവം, എങ്ങനെ സംഭവം എന്നൊക്കെ ചോദിക്കാറുണ്ട്. കാരണം വിഷമത്തോടെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അന്ന് തള്ളിക്കളഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഒരു പകുതി ജീവനെങ്കിലും നമുക്ക് രക്ഷപ്പെട്ടിയാൽ അത്രയും നല്ലതല്ലേ. അതാണ് പ്രശ്നം. അന്ന് 2013 മാധവ് ഗാഡ്ഗിലൊക്കെ പറയുമ്പോൾ രാഷ്ട്രീയക്കാർ പൊതുവെ അത് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി അതിൻ്റെ ഇടയിൽ ഭയങ്കര ആൾക്കാരുമുണ്ട്. കാരണം നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ മലയൊക്കെ നടത്തി പരിസ്ഥിതി ലോക പ്രദേശങ്ങളിൽ വൻ കെട്ടിടങ്ങൾ, സ്ഥാപനങ്ങൾ, അതുപോലെ കോറി മാഫികളെല്ലാം ചെയ്യുമ്പം അതിൻ്റേതായ ആഘാതം പരിസ്ഥിതിക്ക് ഉണ്ടാകുമെന്നും അത് വളരെ വേഗം തകർന്നടിയുമെന്നൊക്കെ ഗാഡ്ഗിൽ നേരത്തെ പറഞ്ഞു. പശ്ചിമഘട്ട മലനിരകൾ പൊതുവെ. അപ്പോൾ അതിനെ എല്ലാവരും ചിരിച്ചാണ് തല്ലിയത്. അപ്പം നമ്മൾ നോക്കിയത് ഒത്തിരി പേരെ കുടിയിറക്കേണ്ടി വരും. അന്ന് എനിക്ക് തോന്നുന്നു ആദിവാസികളെ ഇറക്കാൻ വേണ്ടി ചെയ്ത കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ഗാഡ്ഗിലിനെതിരെ നിരന്തരം ശബ്ദിച്ചവരാണ്. പലരും തെറ്റിദ്ധരിക്കപ്പെട്ടു, തെരുവിലേക്കിറങ്ങി. ഇപ്പം നമ്മൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമി നമുക്ക് വിട്ടുപോകണം എന്ന്, അവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുമ്പോൾ അതിന് വിഷമത്തോടെ ഉൾക്കൊള്ളാനേ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനെതിരെ അവരെ സംഘടിപ്പിച്ച് തെരുവിലേക്കിറക്കി എന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നല്ലേ. ഇപ്പം ഗാഡ്ഗിലിനെ പലരും ഓർക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലൊക്കെ ഗാഡ്ഗിലിൻ്റെ വാക്കുകൾ ഇപ്പം ഓരോ ദുരന്തം കഴിയുമ്പോഴും ഗാഡ്ഗിലിനെ നമ്മൾ ഓർക്കുന്നു. അതുതന്നെയല്ലേ ആ മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വലിയ കാര്യമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇന്ന് നമ്മൾ നനയ്ക്കാതിരിക്കുന്ന പ്രകൃതി കലിതുള്ളി ഒഴുകുമ്പം ഒറ്റ രാത്രി കൊണ്ട് ജീവിതമില്ലാതാവില്ല. എന്താ പറയുക, വയനാടിനെ പറ്റി ഓർക്കുമ്പോൾ തന്നെ ഒരു തേങ്ങലൂടെ ഇപ്പോൾ ഓർക്കാൻ പറ്റത്തുള്ളൂ. മുണ്ടക്കൈ പ്രദേശം ഇല്ലാതായി. അതുപോലെ ചൂരൽമല ടൗൺ ഒലിച്ചുപോയി, ആയിരങ്ങൾ നാമാവശേഷമായി എന്നൊക്കെ കേൾക്കുമ്പം ജീവിതം നഷ്ടപ്പെട്ട അവസ്ഥ. അവർ തലേദിവസം രാത്രി ഉറങ്ങുന്നതിന് വരെ അവർക്ക് സന്തോഷമായിരുന്നു. ഒരു വീടുണ്ടായിരുന്നു, ചേർത്ത് പിടിക്കാൻ അവരുടെ ബന്ധുക്കളുണ്ടായിരുന്നു, കുട്ടികളുണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. ഉറങ്ങി നേരം വെളുക്കുന്നതിന് മുമ്പ് എല്ലാം നഷ്ടപ്പെട്ട അവരുടെ അവസ്ഥ എത്ര വിവരിച്ചാലും നമുക്ക് മതിയാവില്ല. എന്താ അവസ്ഥ അല്ലേ. ഇപ്പം കാലവർഷം എന്ന് കേൾക്കുമ്പം സത്യം പറഞ്ഞാൽ മലയാളികളുടെ മനസ്സ് കിടുങ്ങിയാണ്. നമ്മുടെ ഈ പ്രളയം ഉണ്ടായതിന് ശേഷം മഴയുണ്ടാകുന്ന കാർമേഘങ്ങൾ കറുത്തിരുന്ന ഓരോ നിമിഷവും നമ്മൾ പേടിയോടെയാണ് നോക്കിക്കാണുന്നത്. അതിനുശേഷം തുടർച്ചയായിട്ടുള്ള അപകടങ്ങൾ, എനിക്ക് തോന്നുന്നു 100 കണക്കിന് ആൾക്കാർ നഷ്ടപ്പെടുന്നുണ്ട്. ഉരുൾപൊട്ടി, പ്രക്ഷോഭം, അങ്ങനെ ഒത്തിരി. അതിനിടയിലാണ് വൻ ദുരന്തമായി വയനാട് മാറുന്നത്. ഒരു ടൗണ്, ഒരു പ്രദേശം തന്നെ ഒലിച്ചു പോയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 3 പ്രാവശ്യം ഉരുൾപൊട്ടിയെന്നാണ്.
ആദ്യത്തെ പ്രാവശ്യം ഉരുൾപൊട്ടി മുകളിൽ നിന്ന് വന്നതിന് ശേഷം രണ്ടാമത്തെ പ്രാവശ്യം വീണ്ടും ഉരുൾപൊട്ടി, വീണ്ടും താഴെ ഉരുൾപൊട്ടി, അങ്ങനെ ഒരു നൂല് പോലെ ഇരുന്ന നദി അത് എന്താ രാഷ്ട്രീയമായി ഒഴുകി വീടുകളും തകർത്ത്. അതിൽ ചിത്രങ്ങളൊക്കെ നമ്മൾ കണ്ടു നോക്കൂ. മരങ്ങളൊക്കെ, വൻ മരങ്ങളൊക്കെ വന്നടിയുന്ന കണ്ടപ്പോൾ എന്താണല്ലേ. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഞാൻ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഉരുൾപൊട്ടൽ എന്ന് പറയുമ്പം ഇത്ര വെള്ളമല്ലേ വരത്തുള്ളൂ എന്നൊക്കെയായിരുന്നു നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മൾ പെയ്യുന്ന വെള്ളങ്ങളെല്ലാം ഈ മലകൾ ശേഖരിച്ച് താഴോട്ട് ഊർന്നു പോയി. അവിടെ ചെറിയൊരു പൊട്ടൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് മൊത്തമായിട്ട് ഒലിച്ചിറങ്ങുകയെന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ വൻ മഴയും കൂടെ ആകുമ്പോൾ എനിക്ക് ഏകദേശം മഴയേക്കാൾ അതിതീവ്ര മഴയുടെ ഇരട്ടി പെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്താണ് അവസ്ഥ അല്ലേ. അപ്പോൾ ഒരു മല മൊത്തമായിട്ട് ഒലിച്ചു പോയി. ഈ ദുരന്തങ്ങൾ നമ്മൾ അർജുൻ്റെ കാര്യം പറഞ്ഞ് നാവെടുത്തില്ല. അത് എവിടാണെന്ന് പോലും അറിയാൻ വയ്യാത്ത അവസ്ഥയിൽ ഇപ്പം എത്ര പേര് മരിച്ചുപോയി, ഒത്തിരി പേരെ കാണാനുണ്ട്, ഭവനങ്ങൾ നഷ്ടപ്പെട്ട ആയിരങ്ങൾ. ഓരോ നിമിഷവും വാർത്തകൾ കാണുമ്പോൾ നമ്മുടെ കണ്ണ് തള്ളിപ്പോവുക. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സാധാരണ മനുഷ്യരല്ലേ അല്ലേ. ഇപ്പം എനിക്ക് തോന്നുന്നു ഓരോ ദുരന്തങ്ങൾ നടക്കുമ്പോഴും നമ്മൾ അതിനെപ്പറ്റി അങ്ങ് മാറും. ആ സമയത്ത് മാത്രം ഗാഡ്ഗിലിനെ പറ്റി, മാധവ് ഗാഡ്ഗിൽ, കസ്തൂരിരംഗൻ എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ അതിന് ശേഷം അതെല്ലാം പാടെ മറന്ന് വീണ്ടും നമ്മൾ ജീവിച്ചു തുടങ്ങുമ്പോഴാണ് അടുത്ത അത്യാഹിതമായി നമ്മളിലുണ്ടാകും. ഇത് സത്യം പറഞ്ഞാൽ പരിസ്ഥിതി എന്ന് പറയുന്നത് പ്രകൃതി തന്നെ മനുഷ്യന് കൂടുതൽ പ്രകൃതിയെ ചൂഷണം ചെയ്തു തുടങ്ങുമ്പോൾ പ്രകൃതി തന്നെ അതിന് വഴികൾ തേടുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ പണ്ട് നമ്മൾ പറയുമായിരുന്നു വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കണം, വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിച്ചാൽ മണ്ണിടിപ്പ് തടയാം എന്നൊക്കെ പണ്ട് തന്നെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പം വൃക്ഷങ്ങളെല്ലാം വെട്ടി നശിപ്പിക്കുന്നു, മലകൾ ഇടിച്ച് നിരത്തുന്നു. അപ്പം പലപ്പോഴും ഞാനാണെങ്കിൽ കൊച്ചിൽ തന്നെ വിചാരിച്ചിട്ടുണ്ട്, ഈ മലകൾ ഇടിച്ച് നിരത്തി കഴിഞ്ഞാൽ പ്രകൃതിക്ക് എന്ത് സംഭവിക്കുമെന്നാണ് ഈ പറയുന്നത്, എന്ത് വിഡിത്തമാണ് പറയുന്നത്. പക്ഷേ പ്രായമായി കഴിഞ്ഞപ്പോൾ നമുക്കത് മനസ്സിലാകുന്നുണ്ട്. എല്ലാത്തിൻ്റെയും ഭൂമിയുടെ സന്തുലനാവസ്ഥ നിയന്ത്രിക്കുന്നത് ഈ മരങ്ങളും ഈ മലകളും ഈ കൃഷിഭൂമി എല്ലാം കൂടെ ചേർന്നുള്ള ഒരു പ്രകൃതി തന്നെയാണ്. അതിന് മാറ്റം ഉണ്ടാകുമ്പം നമ്മുടെ സന്തുലനാവസ്ഥ തകിടം മറിയുന്നു. അത് പ്രകൃതി നമുക്ക് കാണിച്ചു തരുന്നതാണ് ഓരോ ദുരന്തങ്ങൾ. അതിൽ നിന്ന് മനുഷ്യൻ പാഠം ഉൾക്കൊള്ളുക എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. ഇപ്പം കഴിഞ്ഞ 2 കൊല്ലമായിട്ട് നമ്മൾ തുടർച്ചയായിട്ട് കാണുന്നതാണ് ഈ ഉരുൾപൊട്ടൽ എന്ന് പറയുന്ന സംഗതി. ഇപ്പം അർജുൻ മരിക്കാനും കാരണമെന്ന് പറഞ്ഞാൽ ഒരു മല പാടെ ഒലിച്ചു പോയതാണ്. അതിനും എത്ര പേര് മരിച്ചു. അതിന് ശേഷമാണ് അടുത്ത ദുരിതം. ഇത് സത്യം പറഞ്ഞാൽ കുട്ടികൾ എനിക്ക് വിവരിക്കാൻ വയ്യാത്ത അവസ്ഥ. കാര്യം ഒന്നും അറിയാൻ വയ്യാത്ത കുട്ടികളും എല്ലാവരും കൂടെ കുടുംബങ്ങളെല്ലാവരും കൂടെ ആഹാരമൊക്കെ കഴിച്ച് കിടന്നുറങ്ങി നേരം വിളിച്ചപ്പം ആരും ഇല്ല എന്ന് ഓർക്കുമ്പോഴെന്താ അവസ്ഥ അല്ലേ. ചിലവർ അയൽത്തുകാരെ നഷ്ടപ്പെട്ടു, ചില ആൾക്കാർ എന്താ ചെയ്യേണ്ടതെന്ന് ചെയ്യാത്ത അവസ്ഥ, വീടില്ലാത്ത, രക്ഷപ്പെട്ടവർക്ക് വീടുണ്ടോ അതില്ല. അപ്പം നമ്മൾ കാലങ്ങളായി മാധവ് ഗാഡ്ഗിൽ തന്നെ പറയുന്ന പോലെ കാലങ്ങളായി ഏതെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ പാവങ്ങളെ തെരുവിലിറക്കും, അവരെ ഒരിപ്പിക്കാൻ പോകുന്നു, ഭയങ്കര പ്രശ്നം ഉണ്ടാകുന്നു, നിങ്ങൾക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ വൻകിട ആൾക്കാർ തന്നെയാണ് ഇതുവരെ തെരുവിലിറക്കുന്നത്, സമരം ചെയ്യുന്നത്. പക്ഷേ ഈ പാവങ്ങൾ ഓർക്കുന്നില്ല ഇതിലും വലിയ ദുരന്തം. നമുക്ക് രാത്രി കിടന്നുറങ്ങാൻ പറ്റാത്ത അന്തരീക്ഷമാണെങ്കിൽ നമ്മൾ എന്തുണ്ടായിട്ടെന്താ കാര്യം? മനസ്സമാധാനമായിട്ട് വീടുകളിൽ കിടന്നുറങ്ങുക എന്ന്, വീടും സുരക്ഷിതമല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക അല്ലേ. ഇപ്പം പലപ്പോഴും ഗവൺമെൻറ്റുകളൊക്കെ റെഡ് അലർട്ട് പ്രഖ്യാപിക്കുന്ന, ഓറഞ്ച് അലർട്ട്, ഗ്രീൻ, അതെന്ന് പറയുന്നത്
നമ്മൾ ജാഗ്രത പാലിക്കുക എന്നാണ് ഉദ്ദേശം. നമുക്ക് ജാഗ്രത പാലിക്കാൻ നമ്മുടെ വീട്ടിലേ ജാഗ്രത പാലിക്കാൻ പറ്റത്തുള്ളൂ. വീട്ടിനുള്ളിൽ കിടക്കുക, എന്നിട്ട് പുറത്തിറങ്ങാതിരിക്കുക മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആ അകത്ത് കിടന്നുറങ്ങിയവരെ പോലും പ്രകൃതി വെറുതെ വിടില്ലെങ്കിൽ പ്രകൃതിയെ നമ്മൾ ചൂഷണം ചെയ്തിരിക്കുന്നു. പ്രകൃതിക്ക് അതിൻ്റേതായ സന്തുലനാവസ്ഥകളെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. അതിനെപ്പറ്റി നമ്മൾ ബോധവാന്മാരാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഓരോ അനുഭവങ്ങളിൽ നിന്നാണ് നമ്മൾ പാഠം പഠിക്കുന്നത്. അപ്പം ഭരണകൂടങ്ങളാണല്ലോ ഇതിൽ ബോധവാന്മാരാണ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പഠിക്കുകയും മാധവ് ഗഡ്ഗിലിനെ പോലുള്ള ആൾക്കാർ പറയുന്നത് അത് ശരിയാണെന്ന് ഉൾക്കൊണ്ട് തന്നെ നമ്മൾ വികസനം ഒക്കെ വേണം. വികസനം ഒരു പ്രദേശങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ടുള്ള വികസനം ഒരിക്കലും ആകരുത് എന്ന് മാത്രമേ എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളൂ. ഏതായാലും ഒത്തിരി ആൾക്കാർ ഇനിയും മണ്ണിനടിയിലുണ്ട്, കാണാതെ പോയി എന്നൊക്കെ പറയും. ഓർക്കാൻ കൂടി വയ്യ. ഓരോ നിമിഷത്തിനനുസരിച്ച് ഈ മരിച്ചവരുടെ എണ്ണത്തിന് വൻ വർധനവ് വന്നുകൊണ്ടിരിക്കുക. ഇനി എവിടെ എത്ര പേരുടെ മരണം നമുക്ക് കാണേണ്ടി വരുമെന്ന് യാതൊരു തീർച്ചയില്ല. എല്ലാം നമ്മൾ അനുഭവിച്ചല്ലേ പറ്റല്ലേ. അപ്പം മറ്റൊരു വിഷയമായി വീണ്ടും എത്താം. ഓക്കെ, ബൈ.